ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലൈക്കോലിസിസ് എന്ന പാത്വേ ആണ്. ഇതിന് EMP പാത്വേ അഥവാ എംഡൻ മേയർഹോഫ് പർണാസ് പാത്വേ എന്നും പറയും. ഗ്ലൈക്കോലിസിസ് എന്ന ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇറ്റ്സ് എ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്. അതാണ് ഈ ഒരു പ്രോസസ്സിൽ സംഭവിക്കുന്നത്. സോ ഗ്ലൈക്കോലിസിസ് ഇസ് എ മെറ്റബോളിക് പാത്വേ ദാറ്റ് ഇൻവോൾവ്സ് ദ സിസ്റ്റമാറ്റിക് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടു പ്രൊഡ്യൂസ് എനർജി. അതായത് ഒരു സീക്വൻസ് ഓഫ് റിയാക്ഷൻസിലൂടെ ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് അല്ലെങ്കിൽ ലാക്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പാത്വേ അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ടു വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ATP. ഇനി ആക്ച്വലി ഈ ഗ്ലൈക്കോലിസിസ് എന്ന പാത്വേയിൽ ഗ്ലൂക്കോസ് ടു പൈറുവേറ്റ് കൺവേർഷൻ നമ്മൾ പറഞ്ഞില്ല. ആക്ച്വലി ഗ്ലൂക്കോസിൻ്റെ പാർഷ്യൽ ബ്രേക്ക് ഡൗൺ മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ ഈ ഒരു പാത്വേയിൽ. പിന്നെ ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത് it's a universal pathway in the living cells and it takes place in all cells of the body. ബോഡിയിലെ എല്ലാ സെൽസിലും ഈ ഒരു പാത്വേ നടക്കുന്നുണ്ട്. ഇനി ഓക്സിജൻ്റെ ആബ്സെൻസിലാണ് ഇത് നടക്കുന്നതെങ്കിൽ, അതായത് അനേറോബിക് കണ്ടീഷനിലാണ് ഗ്ലൈക്കോലിസിസ് സംഭവിക്കുന്നതെങ്കിൽ എൻ പ്രോഡക്റ്റ് ലാക്റ്റേറ്റ് ആയിരിക്കും. ഇനി എയറോബിക് കണ്ടീഷനിലാണ്, അതായത് ഓക്സിജൻ്റെ പ്രസൻസിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഇതിൻ്റെ എൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പൈറുവേറ്റ് ആയിരിക്കും. ഗ്ലൈക്കോലിസിസ് ഇസ് എ മേജർ പാത്വേ ഫോർ ATP സിന്തസിസ് ഇൻ ടിഷ്യൂസ് ലാക്കിംഗ് മൈറ്റോകോൺട്രിയ. അപ്പോൾ മൈറ്റോകോൺട്രിയ ഇല്ലാത്ത ടിഷ്യൂസിൽ ATP സിന്തസിസിന് ഒരു മേജർ പാത്വേ ആണ് ഇത് ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത്. അത്തരം ടിഷ്യൂസിന് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ എർത്രോസൈറ്റ്സ്, കോർണിയ, ലെൻസ് ഇതൊക്കെയാണ്. നമുക്കറിയാം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു 6 കാർബൺ കോമ്പൗണ്ടാണ്. അപ്പോൾ ഒരു മോളിക്യൂള് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അത് 2 മോളിക്യൂള് പൈറുവേറ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഈ പൈറുവേറ്റ് എന്ന് പറയുന്നത് 3 കാർബൺ കോമ്പൗണ്ടാണ്. സോ 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഇസ് ബ്രോക്കൺ ഡൗൺ ഇൻറ്റു 2 മോളിക്യൂൾസ് ഓഫ് പൈറുവേറ്റ്. ഇനി ഈ കൺവേർഷനിൽ എനർജി ഇസ് റിലീസ്ഡ് ഇൻ ദ ഫോം ഓഫ് ATP ആൻഡ് NADH. The pyruvate formed is utilized in various energy producing pathways that produces more energy. അപ്പോൾ ഈ എൻ പ്രോഡക്റ്റ് മറ്റ് എനർജി പ്രൊഡ്യൂസിങ് പാത്വേസിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടും. ഇനി നമുക്ക് ഗ്ലൈക്കോലിസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്ച്വലി ഈ ഒരു ഹോൾ പ്രോസസ്സ് 3 ഫേസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് അഥവാ പ്രൈമിംഗ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. Glucose molecules enter the cytosol and then the conversion of glucose to glucose 6-phosphate is catalyzed by the enzyme hexokinase or glucokinase. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷനാണ്. അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേര് ഹെക്സോകൈനേസ് അല്ലെങ്കിൽ ഗ്ലൂക്കോകൈനേസ്. ഈ ഹെക്സോകൈനേസ് എൻസൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ടിഷ്യൂസിലും കാണപ്പെടും. അതുമാത്രമല്ല ഇറ്റ് ഹാസ് ലോ Km വാല്യൂ. അതിനാൽ തന്നെ ഇറ്റ് ഈസ് ഇൻഹിബിറ്റഡ് ബൈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. ഇനി ഗ്ലൂക്കോകൈനേസ് ആണെങ്കിലോ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ ലിവർ. ഗ്ലൂക്കോസിൻ്റെ ഫോസ്ഫോറിലേഷൻ മാത്രമേ അത് കാറ്റലൈസ് ചെയ്യത്തുള്ളൂ. ആൻഡ് ഇറ്റ് ഹാസ് ഹൈ Km ഫോർ ഗ്ലൂക്കോസ്. അതിനാൽ തന്നെ ഇറ്റ് ഈസ് നോട്ട് ഇൻഹിബിറ്റഡ് ബൈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. നമുക്കറിയാം ഹെക്സോകൈനേസ് എൻസൈമിന് ലോ Km വാല്യൂ ആണ് ഉള്ളത്, അതായത് ഹൈ അഫിനിറ്റി ആയിരിക്കും അതിനുണ്ടായിരിക്കുക. സോ ഗ്ലൂക്കോസ് ലോവർ കോൺസെൻട്രേഷനിലാണ് പ്രസൻ്റ് ആയിരിക്കുന്നതെങ്കിൽ പോലും ഹെക്സോകൈനേസിന് ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഗ്ലൂക്കോകൈനേസിനാണെങ്കിലോ ഗ്ലൂക്കോകൈനേസ് ആക്ട്സ് ഓൺലി അറ്റ് ഹൈ ലെവൽസ് ഓഫ് ഗ്ലൂക്കോസ്. ഇനി നമുക്ക് ആ ഫസ്റ്റ് റിയാക്ഷനിലോട്ട് തിരിച്ചു വരാം, അതായത് ദ കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ബൈ ഹെക്സോകൈനേസ് ഓർ ഗ്ലൂക്കോകൈനേസ് എൻസൈം. അപ്പോൾ ഈ ഹെക്സോകൈനേസ് എൻസൈം ട്രാൻസ്ഫേഴ്സ് എ മോളിക്യൂൾ ഓഫ് ഫോസ്ഫേറ്റ് ഫ്രം ATP ടു ഗ്ലൂക്കോസ് ആൻഡ് കൺവേർട്സ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. In this reaction, ATP is converted into a molecule of ADP and hence it utilizes 1 molecule of ATP. അതായത് ഇവിടെ ഒരു മോളിക്യൂൾ ഓഫ് ATP യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഒരു മോളിക്യൂള് ATP ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കൺവേർഷൻ റിയാക്ഷൻ സംഭവിച്ചത്. അതായത് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തത്. ATP എന്ന് പറയുമ്പോഴത്തേക്കും അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ 3 ഫോസ്ഫേറ്റ് ആണ് അതിലുള്ളത്.
ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞു ദ എൻസൈം ഹെക്സോകൈനേസ് ട്രാൻസ്ഫേഴ്സ് എ മോളിക്യൂൾ ഓഫ് ഫോസ്ഫേറ്റ് ഫ്രം ATP ടു ഗ്ലൂക്കോസ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഫോസ്ഫേറ്റിനെ ഹെക്സോകൈനേസ് എൻസൈം ഗ്ലൂക്കോസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണ് ATP ഗോട്ട് കൺവേർട്ടഡ് ഇൻ ടു എ മോളിക്യൂൾ ഓഫ് ADP. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അതായത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് ഐസോമർ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. ഇനി ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് ഫോസ്ഫോ ഹെക്സോസ് ഐസോമെറേസ് അല്ലെങ്കിൽ ഫോസ്ഫോ ഗ്ലൂക്കോസ് ഐസോമെറേസ്. അപ്പോൾ ഈ ഐസോമർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതായത് ദേ ആർ കെമിക്കൽ കോമ്പൗണ്ട്സ് ദാറ്റ് ഹാവ് സെയിം കെമിക്കൽ ഫോർമുല, അതായത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കെമിക്കൽ ഫോർമുല ആയിരിക്കും ഉണ്ടായിരിക്കുക, ബട്ട് ഡിഫർ ഇൻ പ്രോപ്പർട്ടീസ് ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഇൻ ദ മോളിക്യൂൾ. അതായത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കെമിക്കൽ ഫോർമുലയുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ആയിരിക്കും, പക്ഷേ അവയ്ക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത്തരം കോമ്പൗണ്ട്സിന് അവരുടെ പ്രോപ്പർട്ടീസ് ഡിഫറൻ്റ് ആയിരിക്കും. മാത്രമല്ല ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റിലും ഇത്തരം കെമിക്കൽ കോമ്പൗണ്ട്സിനിടയിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, പക്ഷേ അവയ്ക്ക് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കെമിക്കൽ ഫോർമുല ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ സ്റ്റെപ്പിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിന് അതിൻ്റെ ഐസോമറായ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻസൈമിൻ്റെ പേര് വരുമ്പോഴും ശ്രദ്ധിക്കാൻ നമുക്ക് ഐസോമെറേസ് എന്നാണ് വന്നിരിക്കുന്നത്. ഫോസ്ഫോ ഹെക്സോസ് ഐസോമെറേസ് അല്ലെങ്കിൽ ഫോസ്ഫോ ഗ്ലൂക്കോസ് ഐസോമെറേസ്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഹെക്സോകൈനേസ് അല്ലെങ്കിൽ ഗ്ലൂക്കോകൈനേസ് എൻസൈം എന്ന് പറയുന്നത്. അതായത് കൈനേസസ് എന്ന് പറയുന്നത് ദാറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ദാറ്റ് കാറ്റലൈസസ് ദ ഫോസ്ഫോറിലേഷൻ റിയാക്ഷൻ. അപ്പോൾ ആ രീതിയിലും നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് ഹെക്സോകൈനേസ് അല്ലെങ്കിൽ ഗ്ലൂക്കോകൈനേസ്. ഹെക്സോകൈനേസ് എൻസൈം ആക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു ഗ്ലൂക്കോസിൻ്റെ ലോവർ കോൺസെൻട്രേഷനിൽ പോലും അതിന് ആക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഗ്ലൂക്കോകൈനേസിനാണെങ്കിലോ ഗ്ലൂക്കോസ് ഹയർ കോൺസെൻട്രേഷനിലുണ്ടെങ്കിൽ മാത്രമേ ആക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പ് നോക്കാം. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഇസ് കൺവേർട്ടഡ് ടു ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്. ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്ത എൻസൈമിൻ്റെ പേരാണ് ഫോസ്ഫോ ഫ്രക്ടോകൈനേസ്. ഇതും ഒരു കൈനേസ് എൻസൈം തന്നെയാണ്. ATPയിൽ നിന്നും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അതിന് സഹായിച്ചതും ഈ എൻസൈമാണ് ഫോസ്ഫോ ഫ്രക്ടോകൈനേസ്. അപ്പോൾ ഒരു ATP മോളിക്യൂള് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കൺവേർഷൻ റിയാക്ഷൻ നടന്നത്. ആൻഡ് അഗെയിൻ ATP ഈസ് കൺവേർട്ടഡ് ഇൻ ടു ADP. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ഫ്രക്ടോസ് റിങ്ങിൻ്റെ ഫസ്റ്റ് കാർബൺ ഉണ്ടല്ലോ, ആ ഫസ്റ്റ് കാർബണിലോട്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുത്തു. അതാണ് ഈ സ്റ്റെപ്പിൽ ആക്ച്വലി സംഭവിച്ചത്. ഈ ഒരു കൺവേർഷനോടുകൂടി ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതായത് എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ഫേസിലോട്ട് കടന്നു, അതായത് സ്പ്ലിറ്റിംഗ് ഫേസ്. ഇനി ഈ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് 2 മോളിക്യൂൾസായിട്ട് സ്പ്ലിറ്റ് ആവും. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആൻഡ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. ഇത് രണ്ടും 3 കാർബൺ കോമ്പൗണ്ട്സ് ആണ്. ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് ആൽഡോലേസ് എൻസൈം. ഈ എൻസൈമിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആൽഡോലേസ്. ഈ സ്റ്റെപ്പിലും എനർജി കൺസംഷൻ നടന്നിട്ടുണ്ട്, ആൻഡ് ദാറ്റ് ടു ഇൻ ദ ഫോം ഓഫ് 2 ATPs. ഇതുവരെയുള്ള റിയാക്ഷൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇത്രയും സ്റ്റെപ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഗ്ലൂക്കോസിനെ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് വരെ കൺവേർട്ട് ചെയ്യുമ്പോൾ സീരീസ് ഓഫ് റിയാക്ഷൻസ് സംഭവിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അത്രയും സ്റ്റെപ്സിലുള്ളൊരു പ്രത്യേകതയാണ് എനർജി ഇസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഡ്യൂസിങ് ഇറ്റ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എനർജിയുടെ യൂട്ടിലൈസേഷനാണ് അവിടെ നടന്നത്. ഒരു സ്റ്റെപ്പിലും എനർജി പ്രൊഡക്ഷൻ നടന്നിട്ടില്ല. മാത്രമല്ല ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ അഡിഷനും നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു പോയിൻ്റാണ്. സോ ദീസ് പ്രോസസ്സസ് ഇൻവോൾവ് ദ അഡീഷൻ ഓഫ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അത് മാത്രമല്ല എനർജിയുടെ യൂട്ടിലൈസേഷനാണ് നമ്മൾ ഇത്രയും റിയാക്ഷൻസിൽ കണ്ടത്. ഇനി മുന്നോട്ടുള്ള റിയാക്ഷൻസിൽ എനർജി പ്രൊഡക്ഷനാണ് സംഭവിക്കുക. എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത് ഇതോടുകൂടി കംപ്ലീറ്റ് ആയി. ഇനി മുന്നോട്ടുള്ള സ്റ്റെപ്സിലൊന്നും എനർജി
യൂട്ടിലൈസേഷൻ ഉണ്ടായിരിക്കുന്നതല്ല, എനർജിയുടെ പ്രൊഡക്ഷൻ ആയിരിക്കും ഇനി മുന്നോട്ടുള്ള സ്റ്റെപ്സിലെല്ലാം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് 2 മോളിക്യൂൾസ് ആയിട്ട് സ്പ്ലിറ്റ് ആയെന്ന് നമ്മൾ പറഞ്ഞു. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റുമായിട്ട് സ്പ്ലിറ്റായി. ഇതോടുകൂടി ഈ സ്പ്ലിറ്റിംഗ് ഫേസ് കംപ്ലീറ്റ് ആയി. ഇനി ഈ 2 കോമ്പൗണ്ട്സ് ഉണ്ടല്ലോ, ഇത് ഐസോമേഴ്സ് ആണ്. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും, they are isomers and they can be interconverted into each other by the enzyme phosphotriose isomerase. വീണ്ടും ഐസോമേഴ്സ് ആണിത്. അപ്പോൾ എൻസൈമിൻ്റെ പേര് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഐസോമറേസ്, ഫോസ്ഫോട്രയോസ് ഐസോമറേസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് വെച്ചാൽ, എവറി മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഇസ് സ്പ്ലിറ്റ് ഇൻ ടു 2 molecules. So every reaction of the upcoming phase happens twice and produces the products twice. അതായത് ഓരോ മോളിക്യൂൾ ഗ്ലൂക്കോസും 2 മോളിക്യൂൾസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ആവുന്നത്. സോ അപ്കമിങ് റിയാക്ഷൻസിലെല്ലാം എന്താണ്, ദാറ്റ് ഹാപ്പൻസ് ട്വൈസ്. ആ റിയാക്ഷൻസ് എല്ലാം 2 പ്രാവശ്യം സംഭവിക്കും ആൻഡ് പ്രൊഡ്യൂസസ് ദ പ്രോഡക്ട്സ് ട്വൈസ്. ഇനി നമ്മൾ അടുത്ത ഫേസിലേക്ക് കടക്കുകയാണ്. അതായത് 3rd ഫേസ്, എനർജി ജനറേഷൻ ഫേസ് ആണ് അടുത്തത്. അതായത് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഇസ് കൺവേർട്ടഡ് ടു 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ്. ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രജനേസ്. അതായത് ഈ ഒരു കൺവേർഷനിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്താണ്, ഫോസ്ഫോഗ്ലിസറേറ്റിൻ്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് ആഡ് ചെയ്ത് കൊടുക്കും. So that involves the addition of a phosphate group at the first position of the phosphoglycerate. ഈ റിയാക്ഷനിൽ NAD, അതായത് നിക്കോട്ടിനമൈഡ് അഡിനൈൻ ഡൈന്യൂക്ലിയോറ്റൈഡ് ഉണ്ടല്ലോ, അത് റിഡ്യൂസ് ചെയ്യപ്പെട്ട് NADH ആയിട്ട് മാറും, which is further utilized in the electron transport chain to produce more energy. മാത്രമല്ല ഈ ഒരു റിയാക്ഷനിൽ ഒരു മോളിക്യൂള് ഇനോർഗാനിക് ഫോസ്ഫേറ്റും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ഇസ് കൺവേർട്ടഡ് ടു 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ബൈ ദ എൻസൈം ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ്. This kinase enzyme transfers the phosphate group at the first position of phosphoglycerate to adenosine diphosphate. അതായത് നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ പറഞ്ഞായിരുന്നു, ഫോസ്ഫോഗ്ലിസറേറ്റിൻ്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നു. ആ ആഡ് ചെയ്യപ്പെട്ട ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെയാണ് ഈ സ്റ്റെപ്പിൽ കൈനേസ് എൻസൈം അവിടെ നിന്ന് ADPയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ ADPയിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്, അതിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടെ ആഡ് ചെയ്യപ്പെടുമ്പോൾ ഇങ്ങനെ അത് ട്രൈ ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അങ്ങനെയാണ് ഇൻ ദിസ് പ്രോസസ് a molecule of ATP is generated. And this step is an example of substrate level phosphorylation in glycolysis. ഇനി അടുത്ത സ്റ്റെപ്പിൽ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ഇസ് കൺവേർട്ടഡ് ടു 2-ഫോസ്ഫോഗ്ലിസറേറ്റ്. ഇതിന് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ് ആൻഡ് ദിസ് ഈസ് ആൻ ഐസോമറൈസേഷൻ റിയാക്ഷൻ. ഇനി അടുത്ത സ്റ്റെപ്പിൽ 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ഇസ് കൺവേർട്ടഡ് ടു ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് ബൈ ഈനോലേസ് എൻസൈം. അപ്പോൾ ഈ കൺവേർഷനിൽ ഇൻവോൾവ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കൺവേർഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് ഈനോലേസ് എൻസൈം. Magnesium ions or Mn2+ are also utilized in this reaction and it is inhibited by fluoride. So fluoride is a strong inhibitor of enolase enzyme. ഇനി ഫൈനൽ സ്റ്റെപ്പിൽ phosphoenol pyruvate is converted to pyruvate by the enzyme pyruvate kinase. Pyruvate kinase എന്ന എൻസൈമാണ് ഈ ഒരു കൺവേർഷന് കാറ്റലൈസ് ചെയ്യുന്നത്. അതായത് ഫോസ്ഫോഈനോൾ പൈറുവേറ്റിനെ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ. ആൻഡ് ദെൻ ദ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റ് ദ ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ടു ADP ആൻഡ് കൺവേർട്ടഡ് ടു ATP. അങ്ങനെ ഈ ഫോസ്ഫോഈനോൾ പൈറുവേറ്റിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ADPയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടെ ആഡ് ആവുകയല്ലേ ചെയ്യുന്നത്. സോ ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു
adenosine triphosphate അഥവാ ATP. And this step is also an example of substrate level phosphorylation in glycolysis. ഇനി നമുക്ക് fate of pyruvate നോക്കാം. Under anaerobic conditions, pyruvate is reduced by NADH to lactate in the presence of the enzyme lactate dehydrogenase. അപ്പോൾ ഓക്സിജൻ്റെ ആബ്സെൻസിൽ പൈറുവേറ്റ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ബൈ NADH. റെഡ്യൂസ് ചെയ്ത് അത് ലാക്റ്റേറ്റ് ആയിട്ട് മാറും ഇൻ ദ പ്രസൻസ് ഓഫ് ദി എൻസൈം ലാക്റ്റേറ്റ് ഡീഹൈഡ്രജനേസ്. ആൻഡ് the NADH that is utilized in this step is obtained from the reaction catalyzed by glyceraldehyde 3-phosphate dehydrogenase. നേരത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റിനെ 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രജനേസ്. ആ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു NADH ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുമെന്ന്. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട NADH ആണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ലാക്റ്റേറ്റിൻ്റെ ഫോർമേഷനിലൂടെ എന്താ സംഭവിക്കുന്നത്? NAD+ൻ്റെ റീജനറേഷൻ നടക്കും. അപ്പോൾ ദാറ്റ് ക്യാൻ ബി റീയൂസ്ഡ് ബൈ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രജനേസ്. അങ്ങനെ ആ ഡീഹൈഡ്രജനേസ് എൻസൈം ഇതിന് ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് glycolysis pathway proceeds even in the absence of oxygen to supply ATP. അപ്പോൾ ആ ഒരു പാത്വേ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട്, അതായത് യാതൊരു ഡിസ്റ്റർബൻസസും ഇല്ലാതെ പ്രൊസീഡ് ചെയ്യും ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ടു സപ്ലൈ ATP. ഇനി occurrence of uninterrupted glycolysis is very essential in skeletal muscle during strenuous exercise where oxygen supply is very limited. അതായത് വളരെ ഭാരമേറിയ ജോലികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെനുവസ് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഓക്സിജൻ സപ്ലൈ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ഗ്ലൈക്കോലിസിസ് പാത്വേ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട്, അതായത് തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടക്കേണ്ടത് സ്കെലിറ്റൽ മസിൽസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം ഗ്ലൈക്കോലിസിസ് ഇൻ എറിത്രോസൈറ്റ്സ് ലീഡ്സ് ടു ലാക്റ്റേറ്റ് പ്രൊഡക്ഷൻ. എറിത്രോസൈറ്റ്സിനാണെങ്കിൽ ദേ ലാക്ക് ബോത്ത് ന്യൂക്ലിയസ് ആൻഡ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ ഇസ് ദ സെൻറ്റർ ഫോർ എയറോബിക് ഓക്സിഡേഷൻ. ഇനി ബ്രെയിൻ, റെറ്റിന, സ്കിൻ, റീനൽ മെഡുല്ല, പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റീനൽ ട്രാക്റ്റ്, ഇതെല്ലാം ഡിറൈവ് മോസ്റ്റ് ഓഫ് ദെയർ എനർജി ഫ്രം glycolysis. ഇനി anaerobic glycolysis may be summarized by the net reaction glucose plus 2 ADP plus 2 inorganic phosphate gives 2 lactate plus 2 ATP. അതായത് എൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 മോളിക്യൂള് ലാക്റ്റേറ്റും 2 മോളിക്യൂള് ഓഫ് ATP. അടുത്തത് റെഗുലേഷൻ ഓഫ് ഗ്ലൈക്കോലിസിസ്. ഹെക്സോകൈനേസ് അല്ലെങ്കിൽ ഗ്ലൂക്കോകൈനേസ്, ഫോസ്ഫോഫ്രക്ടോകൈനേസ്, പിന്നെ പൈറുവേറ്റ് കൈനേസ്, ഈ എൻസൈംസ് എല്ലാം കാറ്റലൈസ് ചെയ്യുന്ന സ്റ്റെപ്സ് അതൊക്കെ ഇറിവേഴ്സിബിൾ ആണ്. ഹെക്സോകൈനേസ് ഈസ് ഇൻഹിബിറ്റഡ് ബൈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. നമ്മൾ നേരത്തെ പോയിന്റിൽ പറഞ്ഞായിരുന്നു. ഗ്ലൂക്കോകൈനേസ് ആണെങ്കിൽ അതിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഇൻഹിബിറ്റ് ചെയ്യത്തില്ല. മറിച്ച് ഹെക്സോകൈനേസിനാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഹിബിറ്റഡ് ബൈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. ദിസ് എൻസൈം പ്രിവെൻറ്റ്സ് ദ അക്യുമുലേഷൻ ഓഫ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡ്യൂ ടു പ്രോഡക്റ്റ് ഇൻഹിബിഷൻ. ഇനി ഫോസ്ഫോഫ്രക്ടോകൈനേസ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെഗുലേറ്ററി എൻസൈം ഇൻ ഗ്ലൈക്കോലിസിസ് ആൻഡ് ദിസ് എൻസൈം കാറ്റലൈസസ് ദ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്. ഗ്ലൈക്കോലിസിസിലെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പിന് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ഫോസ്ഫോഫ്രക്ടോകൈനേസ്. ഇനി അടുത്തത് പൈറുവേറ്റ് കൈനേസ്. Pyruvate kinase also regulate glycolysis. It is inhibited by ATP and activated by fructose 1,6-bisphosphate. ഈ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ATPയും ആക്ടിവേറ്റ് ചെയ്യുന്നത് ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റും ആണ്. അടുത്തത് സിഗ്നിഫിക്കൻസ് നോക്കാം. This pathway is utilized by all the cells and tissues to get energy which is stored in the form of ATP and NADH. It occurs in both prokaryotes and eukaryotes
It is employed in both aerobic and anaerobic respiration. ഗ്ലൈക്കോലിസിസിൻ്റെ end product ആയ പൈറുവേറ്റ്, that's an intermediate of various other processes like gluconeogenesis, fatty acid synthesis, fermentation, etc. When there is high demand of energy in muscles and there is an insufficient supply of oxygen, anaerobic glycolysis pathway is used to generate energy.